ഏക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ 15 നോമ്പ് നമ്മുടെ സഭ കൊണ്ടാടുന്ന ഈ വേളയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിന് സഭ നൽകുന്ന പ്രാധാന്യത്തെയാണ്. ഇന്നിപ്പോൾ നമുക്ക് ചിന്തിക്കുവാനായുള്ള വിഷയം അഹരോൻ്റെ വടി എന്നതാണ്. അഹരോൻ്റെ വടിയെക്കുറിച്ച് നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു കാര്യമാണ് അവിടെ കാണുന്നത്. അഹരോൻ്റെ വടി ഒരു സാധാരണ ഉണങ്ങിയ വടിയായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ ശക്തിയാൽ ആ വടി തളിർത്തു, പൂത്തു, കായ്കളുണ്ടായി. സാധാരണയായി നോക്കുമ്പോൾ ഉണങ്ങിയ ഒരു വടിയിൽ നിന്ന് വീണ്ടും തളിരുണ്ടാകുക എന്നത് അസാധ്യമായ കാര്യമാണ്. എന്നാൽ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അഹരോൻ്റെ വടിയിലൂടെ ദൈവം തൻ്റെ തിരഞ്ഞെടുപ്പും ശക്തിയും ജനങ്ങൾക്ക് വെളിപ്പെടുത്തുകയായിരുന്നു. ഇവിടെ നമുക്ക് പരിശുദ്ധ ദൈവമാതാവിനെയും ഓർക്കാം. അഹരോൻ്റെ വടി ദൈവത്തിൻ്റെ ശക്തിയാൽ തളർത്തതുപോലെ പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതി ഈ ലോകത്തിൽ പൂർത്തിയായി. ഒരു കന്യകയിൽ നിന്ന് ദൈവപുത്രൻ ജനിച്ചു എന്നത് മനുഷ്യൻ്റെ ചിന്തകൾക്ക് അതീതമായ ഒരു വലിയ അത്ഭുതമാണ്. മറിയം ദൈവത്തോട് പൂർണ്ണമായി സമർപ്പിച്ച ഒരാളായിരുന്നു. ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാതിരുന്നിട്ടും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ചു. ഇതിലാണ് അഹരോൻ്റെ വടി നമ്മളെയും പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ചില സമയങ്ങളിൽ എല്ലാം ഉണങ്ങിയതുപോലെ തോന്നാം. പ്രാർത്ഥനയിൽ താല്പര്യം കുറയാം, വിശ്വാസത്തിൽ ബലഹീനത വരാം, കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഇതൊന്നും ശരിയാകില്ല എന്ന്. പക്ഷേ അഹരോൻ്റെ വടി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: ദൈവം തൊട്ടാൽ ഉണങ്ങിയതും വീണ്ടും തളിർക്കും. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ കൃപയ്ക്ക് ഇടം കൊടുക്കുമ്പോൾ വീണ്ടും വിശ്വാസത്തിൻ്റെ തളിരുണ്ടാകും, സ്നേഹത്തിൻ്റെ പൂക്കളുണ്ടാകും, നന്മയുടെ ഫലങ്ങളുണ്ടാകും. ഈ വിശുദ്ധ 15 നോമ്പിൻ്റെ സമയത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതം നമുക്ക് മാതൃകയാക്കാം. മറിയം ദൈവഹിതത്തിന് തന്നെ സമർപ്പിച്ചതുപോലെ നമുക്ക് നമ്മുടെ ജീവിതവും കുടുംബവും മക്കളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. അഹരോൻ്റെ വടി പോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ കൃപയാൽ നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ. ഈ നോമ്പുകാലത്ത് നമ്മുടെ വിശ്വാസം കൂടുതൽ ശക്തമാകട്ടെ, പ്രാർത്ഥനാ ജീവിതം കൂടുതൽ ആഴപ്പെടട്ടെ, മറ്റുള്ളവരോടുള്ള സ്നേഹം വർദ്ധിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം നമ്മോടും നമ്മുടെ കുടുംബങ്ങളോടും കൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.